അപ്പോൾ ഞാൻ ഇവിടെ ഒന്നും ആയില്ലെങ്കിലും, ഞാൻ ഇവിടുത്തെ ആൾക്കാരുടെ കാഴ്ചപ്പാട് പ്രകാരം ഒന്നും ആയില്ലെങ്കിലും അവിടെ ഞാൻ ഓൾറെഡി ആണ്. നീ അവിടെ നിന്ന് അങ്ങോട്ട് മാറാതിരുന്നാൽ മതി. ഉണ്ടാകാൻ പറഞ്ഞ് ഈ വലയിൽ വീണാൽ പിന്നെ പുറത്തേക്ക് വരാൻ പറ്റില്ല. ഈ വലയിൽ വീണാൽ ഈ വലയിലായി പോകും. ഇത് കർത്താവിൻ്റെ വലയാണ്. ഇത് സ്നേഹത്തിൻ്റെ വലയാണ്. ഇത് വെറുപ്പിൻ്റെയോ മരണത്തിൻ്റെയോ അല്ല, സ്നേഹത്തിൻ്റെയും ജീവൻ്റെയും വലയാണ്. ഈ വലയ്ക്കകത്ത് വന്ന ഒരു വ്യക്തിക്കും ഇതിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് തോന്നില്ല. എന്തൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചാലും യഥാർത്ഥമായ ഒരു കർത്താവിനെ രുചിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇത് തന്നെ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കും. ഞാൻ പറയട്ടെ, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു, നമുക്കത് മനസ്സിലായി. നമുക്ക് നിത്യത ഒരുക്കിയിരിക്കുന്നു, അതും നമുക്ക് മനസ്സിലായി. പക്ഷെ നമ്മുടെ വിഷമം എന്താണ്? ഇലോൺ മസ്കിൻ്റെ പോലെ അത്രയും പൈസ നമുക്കില്ല. ഡൊണാൾഡ് ട്രംപിനെ പോലെ അത്രയും അധികാരങ്ങളും അത്രയും വലിയ സ്ഥാനവും പദവിയും നമുക്കില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ സ്ഥാനവും പദവിയും പൈസയുള്ള ഈ വ്യക്തികളെ ദൈവം എവിടെയാണ് നിർത്തിയിരിക്കുന്നത്? വാസ്തവത്തിൽ നോക്കിയാൽ അവർക്ക് ദൈവവുമായി ബന്ധമില്ലെങ്കിൽ അവർ വാസ്തവത്തിൽ നോക്കിയാൽ വഴുവഴുപ്പിലാണ് നിൽക്കുന്നത്. ഏത് നിമിഷവും അവരിൽ നിന്ന് അവരുടെ ജീവൻ ദൈവത്തിന് ചോദിക്കാം. ഏത് നിമിഷവും അവർക്ക് മരിക്കാം. ആരും എഴുതിച്ചിട്ട് വന്നൊന്നുമല്ല ഞാൻ ഇത്രയും കൊല്ലം ജീവിച്ചിരിക്കുമെന്ന്, അല്ലേ? അങ്ങനെ ആർക്കും ഗ്യാരണ്ടി ഇല്ലല്ലോ. അടുത്ത നിമിഷം നമുക്കുണ്ടോ നമുക്കറിയില്ല. അത് കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താണ്? അവർ വാസ്തവത്തിൽ പറഞ്ഞാൽ, ഞാൻ മരിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് കാശേ ഞാൻ വിട്ടിട്ട് പോകുള്ളൂ, അല്ലേ? കുറച്ച് കാശും വിട്ടിട്ട് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇലോൺ മസ്ക് മരിക്കുമ്പോഴോ ആ മനുഷ്യനുണ്ടാകുന്ന നഷ്ടം എത്ര വലുതായിരിക്കും? അത്രയും ഉയർന്ന അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പദവിയിലിരിക്കുന്ന ആ മനുഷ്യൻ മരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടം എത്ര വലുതായിരിക്കും? അവരുടെ ജീവിതത്തിൽ മുഴുവനായിട്ടും ഉണ്ടാക്കി എല്ലാം പോയില്ലേ? എല്ലാ സമ്പാദ്യം ഒരു നിമിഷം കൊണ്ട് പോയി. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് മറ്റുള്ളവരെ സ്നേഹിച്ച് സേവിച്ച് സത്യത്തിൽ ജീവിച്ച് നന്മ ചെയ്ത് ഞാൻ സമ്പാദിച്ച, എന്നെപ്പോലെ ഈ വലയിൽ അകപ്പെട്ട വ്യക്തികൾ സമ്പാദിച്ചൊരു സമ്പാദ്യമുണ്ട്. അതാർക്കും കവർന്നെടുക്കാൻ കഴിയില്ല. കാരണം ആ സമ്പാദ്യം ഞങ്ങൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് വേൾഡ് ബാങ്കിലോ നമ്മളെ ഫെഡറൽ ബാങ്കിലോ അല്ല. ആ സമ്പാദ്യം കിടക്കുന്നത് കർത്താവിലാണ്. ആ കർത്താവ് മടങ്ങി വരുമ്പോൾ അത് പലിശ സഹിതം നമുക്ക് തരും. മറ്റുള്ളവർ നിങ്ങളെ വെറുക്കുന്നുണ്ടോ? നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടോ? നിങ്ങളെപ്പറ്റി ഇല്ലാത്ത അനാവശ്യങ്ങൾ പറഞ്ഞുണ്ടാക്കി നിങ്ങളുടെ പേര് മോശമാക്കുന്നുണ്ടോ? എന്താ കർത്താവ് പറഞ്ഞേ? സ്വർഗമെന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ നിങ്ങൾ മരിച്ചിട്ട് സ്വർഗത്തിൽ പോകുന്ന കാര്യമല്ല പറഞ്ഞത്. സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ ആ സ്വർഗരാജ്യം ഭൂമിയിലേക്ക് വരും. കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ ഭൂമിയിൽ വരുമ്പോൾ നമ്മൾ അവനോട് കൂടെ വാഴും. ആ സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ പ്രതിഫലം, എൻ്റെ പ്രതിഫലം, നമ്മുടെ പ്രതിഫലം വലുതായിരിക്കും. ഇനി നിങ്ങൾ ചെയ്യുന്ന നന്മകൾക്ക് നിങ്ങൾക്ക് തിരിച്ചടികളും ബുദ്ധിമുട്ടുകളും മിസ്അണ്ടർസ്റ്റാൻഡിങ്സും പ്രയാസങ്ങളുമാണ് കിട്ടുന്നതെന്നാണ് നിങ്ങളുടെ അനുഭവമെങ്കിൽ കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവിനോട് അവർ ഇതൊക്കെ ചെയ്തെങ്കിൽ നിങ്ങളോട് എത്ര അധികം, ഇല്ലേ? ഇനി ഈ പറയുന്ന കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ആ വരാനിരിക്കുന്ന രാജ്യത്തിൽ പ്രതിഫലം ഉണ്ടാവും. ഓരോ പ്രാവശ്യം അവർ നിങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ, തള്ളിപ്പറയുമ്പോൾ, നിങ്ങളെക്കുറിച്ച് വേണ്ടാത്ത കഥകളുണ്ടാക്കി പ്രചരിപ്പിക്കുമ്പോൾ, നിങ്ങളെ ചീത്ത വിളിക്കുമ്പോൾ നിങ്ങളുടെ പ്രതിഫലം അവിടെ കൂടിക്കൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ പ്രതിഫലം. അതിന് നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസ് നമ്മുടെ പ്രതിഫലത്തെ ഇരട്ടിയാക്കും. എന്താ നമ്മുടെ റെസ്പോൺസ്? നമുക്കൊന്നെങ്കിൽ അവരെ തെറി വിളിക്കാം, അവരെ ചീത്ത വിളിക്കാം, അവരോട് ഫൈറ്റ് ചെയ്യാം, അവർക്കെതിരെ കോടതിയിൽ പോയി കേസ് കൊടുക്കാം, അവരെ നമുക്ക് വഴിയിൽ വെച്ച് ഗുണ്ടകളെയും കൊണ്ട് അടുപ്പിക്കാം, അല്ലെങ്കിൽ അവരുടെ അടുത്തുള്ള കാര്യങ്ങൾ നമുക്ക് കവർന്നെടുക്കാം, അല്ലെങ്കിൽ അവരെ പറ്റി നമുക്ക് കുപ്രചരണങ്ങൾ നടത്താം. ഇതുകൊണ്ടൊക്കെ നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാവും, സ്വർഗരാജ്യത്തിൽ പ്രതിഫലം ഉണ്ടാവും. ഇതുകൊണ്ടൊക്കെ നമ്മുടെ കർത്താവിന് നമ്മളോടുള്ള മതിപ്പ് കൂടുമോ? ഒരിക്കലുമില്ല. നമ്മളെന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ നമ്മളെ ദ്രോഹിക്കുന്ന വ്യക്തികളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുക. അതാണ് ആസാഫ് ചെയ്തത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുപോകുമ്പോൾ കറക്റ്റ് ആൻസർ കിട്ടും. പലപ്പോഴും ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരും ആ വ്യക്തികൾക്ക് വരാൻ പോകുന്ന അവസാനം അതെത്ര പ്രയാസമുള്ള ഒരു അവസാനമായിരിക്കും. അത് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ആദ്യമൊക്കെ നിങ്ങൾ വിചാരിക്കും, അവനത് ഡിസേർവ് ചെയ്യുന്നതായതുകൊണ്ട് അവനത് കിട്ടണം.
പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് മാറ്റം വരും. നിങ്ങൾ അയ്യോ ആ വ്യക്തി വെറുപ്പും വിദ്വേഷവും കയ്പും പകയും പിണക്കവും ഇതൊക്കെ നിറഞ്ഞിട്ട് നരകത്തിലേക്ക് പിശാചിൻ്റെ കയ്യിൽ ഒരു ആയുധമായി പോവുകയാണല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കും. ആ വ്യക്തിയോട് ക്ഷമിക്കുമെന്ന് മാത്രമല്ല, ആ വ്യക്തിയെ സ്നേഹിക്കുമെന്ന് മാത്രമല്ല, ആ വ്യക്തിയെ അനുഗ്രഹിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കും. എന്ത് അനുഗ്രഹം! കർത്താവുമായിട്ടുള്ളവൻ്റെ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടാൻ, കർത്താവുമായിട്ട് ഉള്ള അവരുടെ ആ ബന്ധം ശരിയാകാൻ വേണ്ടി നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോഴാണ് അവർക്ക് അനുഗ്രഹം ലഭിക്കുക. നമ്മൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാ. കർത്താവിൻ്റെ രാജ്യം വരുമ്പോൾ നമ്മൾ അവനോട് കൂടെ വാഴും. ആ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ മറ്റുള്ളവരെ ശപിക്കേണ്ട കാര്യമുണ്ടോ? നമുക്കുള്ള നിക്ഷേപം ആർക്കും തട്ടിയെടുക്കാൻ പറ്റില്ല. എൻ്റെ അച്ഛമ്മ ചെറുപ്പത്തിൽ എന്നോട് പറയായിരുന്നു, മോനെ, നിനക്ക് എഴുതിയ ചില കാര്യങ്ങളുണ്ട്, നിനക്ക് വരാനുള്ള ചില നന്മകളുണ്ട്, അത് ആർക്കും, നിന്റെ ചേട്ടന്മാർക്കോ നിന്റെ അനിയന്മാർക്കോ നിന്റെ സുഹൃത്തുക്കൾക്കോ നിന്റെ ബന്ധുക്കൾക്കോ ആർക്കും അത് തട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതെന്നെ ഒരുപാട് ആശ്വസിപ്പിക്കാമായിരുന്നു. പിന്നീട് ഞാൻ വലുതായി കഴിഞ്ഞ് ഞാൻ ചിന്തിച്ചു, അതെന്താ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാനുള്ള കാരണം, എന്തുകൊണ്ടാണ് ആ വാക്ക് എനിക്ക് ആശ്വാസമായി തീർന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് എന്താ പറയുക, ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് എന്നുവെച്ചാൽ എൻ്റെ കാര്യങ്ങൾ, എനിക്കുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ആരെങ്കിലും അത് കവർന്നെടുക്കുമ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി, എനിക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാർക്കും തട്ടിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ അച്ചമ്മ പറഞ്ഞ ആ കാര്യത്തിനകത്ത് വളരെയധികം സത്യമുണ്ട്. നിങ്ങൾക്ക് ദൈവം നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന നന്മ അതാർക്കും തട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ മറ്റുള്ളവരുടെ നന്മ കണ്ട് നമ്മൾ അസൂയപ്പെടേണ്ട ആവശ്യമുണ്ടോ? മറ്റുള്ളവരുടെ ദുഃഖം കണ്ട് അത് നമുക്ക് വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? രണ്ടിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് ദുഃഖത്തിലിരിക്കുന്നവരെ കൂടെ നിൽക്കുക. യാക്കോബ് എന്താ പറയുന്നത്? ദുഃഖത്തിൽ ഒരാളിരിക്കുകയാണെങ്കിൽ അവരെ കൂടെ പോയി നമ്മൾ ഇരിക്കുക, അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കാളികളാവുക. കർത്താവായ യേശു ക്രിസ്തു ലാസറിനെ കല്ലറയ്ക്കൽ വെച്ച് കരഞ്ഞു. കർത്താവിന് കരയേണ്ട ആവശ്യമില്ല, കാരണം കർത്താവിന് അറിയാം ആ ലാസറിനെ ഉയർപ്പിക്കാൻ കർത്താവിന് കഴിവുണ്ട്, കർത്താവ് ഉയർപ്പിക്കുകയും ചെയ്യും. എന്നിട്ടും ആ വ്യക്തികളുടെ ദുഃഖത്തിൽ കർത്താവ് പങ്കുചേർന്നു, കർത്താവ് അവരോട് കൂടെ ഇരുന്നു, കർത്താവ് അവരുടെ വിഷമം മനസ്സിലാക്കി, അവരെ സ്നേഹിച്ചു. കർത്താവ് അവർക്ക് വേണ്ടി അവരോട് കൂടെ അവരുടെ ആ ദുഃഖത്തിൽ പങ്കാളിയായിട്ട് കരഞ്ഞു. ചില ആളുകൾ അത് വിശദീകരിക്കുമ്പോൾ അവർ പറയുന്നത് അവരുടെ അവിശ്വാസം കണ്ടിട്ട് കർത്താവ് കരഞ്ഞു. അങ്ങനെയല്ല ആ യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മൾ ശരിയായ രീതിയിൽ അതിൻ്റെ പശ്ചാത്തലമൊക്കെ പഠിച്ചിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, കർത്താവ് ആ കുടുംബത്തെ വളരെയധികം സ്നേഹിച്ചു എന്ന് യഹൂദന്മാർ തന്നെ പറയത്തക്ക രീതിയിലാണ് കർത്താവ് അവിടെ നിന്ന് കരഞ്ഞതും അവരെ കൂടെ ആ സഹതാപം, കർത്താവിൻ്റെ സ്നേഹം കാണിച്ചത്. അപ്പോൾ കർത്താവ് വാസ്തവമായിട്ട് തന്നെ കരഞ്ഞു, അല്ലാതെ കർത്താവ് ഇങ്ങനെ ചുമ്മാ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് വിശ്വാസം കുറവാണല്ലോ എന്ന് പറഞ്ഞിട്ടൊന്നും കരഞ്ഞല്ല. കർത്താവിന് ഈ മരണം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശത്രുവാണ്. ബൈബിളിൽ പറയുന്ന ഏറ്റവും വലിയ ശത്രു മനുഷ്യൻ്റെ മരണമാണ്. ചില ആളുകൾ മരണത്തെ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടും മരണത്തെ ഒരു മിത്രമായിട്ടൊക്കെ പ്രഖ്യാപിക്കാറുണ്ട്. അതല്ല ബൈബിളിൻ്റെ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ മരണമാണ് ഏറ്റവും വലിയ ശത്രു. ഒരു വ്യക്തിയിൽ കൂടെയാണ് മരണം വന്നത്, അതാരാണ്? അതിൻ്റെ വേറൊരു വ്യക്തി വന്നിരിക്കുന്നത് ആ മരണത്തെ മാറ്റാനാണ്, അതാരാണ്? യേശു ക്രിസ്തു. അപ്പോൾ ആ രണ്ടാമത്തെ ആദം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലാണ് നമ്മൾ ആ മരണത്തെ കർത്താവ് ജയിച്ചു. അത് നമ്മൾ ആത്മീയ മരണം എന്ന് വിളിക്കാം, ഭൗതിക മരണം എന്ന് വിളിക്കാം, എങ്ങനെ വിളിച്ചാലും ശരി, അത് വാസ്തവത്തിൽ അതിൽ എഴുതിയിരിക്കുന്നത് ഭൗതിക മരണമാണ്. ആ വ്യക്തിയിൽ കൂടെയാണ് മരണം മാനവരാശിയിൽ ആരംഭിച്ചത് എന്നുള്ള രീതിയിലാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മരിച്ചിട്ട് ആ മരണത്തെ ജയിക്കേണ്ട ആവശ്യം വന്നതും അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ആത്മീയമായിട്ട് അങ്ങോട്ട് മരണത്തെ ജയിച്ചാൽ പോരായിരുന്നു, അല്ലേ? ആത്മീയമായിട്ടുള്ള മരണത്തെ തോപ്പിക്കാനാണെങ്കിൽ മരിച്ചിട്ട് ഉയർത്തി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അല്ലേ? അപ്പോൾ കർത്താവ് പുതിയൊരു സൃഷ്ടിയെ സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ആ ഫിസിക്കൽ ഡെത്തിനെ കോൺകർ ചെയ്തേ തീരൂ, ആ മരണത്തെ ജയിച്ചേ തീരൂ. മരണത്തെ കർത്താവ് ജയിച്ചു. മരണത്തെ ജയിച്ച ജീവൻ്റെ ഉടമസ്ഥനായ, സ്നേഹിക്കുന്ന, നമുക്ക് ആ ജീവൻ തരാൻ ആഗ്രഹിക്കുന്ന ആ കർത്താവിൻ്റെ വലയത്തിലും ആ കർത്താവിൻ്റെ വലയിലുമാണ് നിങ്ങൾ പെട്ടിരിക്കുന്നതെങ്കിൽ അതൊന്നും പിന്നെ രക്ഷയില്ല. പിന്നെ കർത്താവിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അത് രക്ഷയില്ല. കർത്താവാണ് രക്ഷ. ആ രക്ഷയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ കർത്താവ് നിങ്ങളെ സ്നേഹിക്കാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കാൻ, നിങ്ങളുടെ ശത്രുക്കളായിട്ട് പെരുമാറുന്നവരെ സ്നേഹിക്കാൻ നിങ്ങളെ പരിശീലിപ്പിക്കും, പഠിപ്പിക്കും. അതിനായി നിങ്ങളെ ശക്തരാക്കും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു എന്ന് പൗലോസ് പറയുന്നത്. അത് ഏത് സന്ദർഭത്തിലാണ് പറയുന്നത്? ജയിലിൽ കിടക്കുമ്പോഴാണ് പറയുന്നത്.
എന്നുവെച്ചാൽ ഉയർച്ചയിലിരിക്കാനും താഴ്ചയിലിരിക്കാനും ഒരുപാട് സമ്പത്തുള്ള അവസ്ഥയിലിരിക്കാനും ഒന്നുമില്ലായ്മയിലിരിക്കാനും ഞാൻ ശീലിച്ചിരിക്കുന്നു. ഈ എല്ലാ അവസ്ഥകളിലും എൻ്റെ കൂടെ ആരുണ്ട്? കർത്താവുണ്ട്. എന്നെ ശക്തനാക്കുന്ന മുഖാന്തിരം, എന്നെ ശക്തനാക്കുന്ന ആ കർത്താവ് മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയാവനാകുന്നു. ഏത് സാഹചര്യം എനിക്ക് വന്നാലും എനിക്കതൊന്നൊരു പ്രശ്നമേ അല്ല. ഞാൻ കർത്താവിൻ്റെ പ്രോപ്പർട്ടിയായി തീർന്നിരിക്കുന്നു, കർത്താവിൻ്റെ ആലയമായി തീർന്നിരിക്കുന്നു, കർത്താവിൻ്റെ സാന്നിധ്യം എന്നിൽ വസിക്കുന്നു. ആ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ വേർപിടിക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. റോമാലേഖനത്തിൽ വീണ്ടും പൗലോസ് പറയാണ്, എന്താ പറയുന്നത്? ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ വാഴ്ചകൾക്കോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ മറ്റു യാതൊരു ശക്തിക്കും, ശക്തിയുള്ള വ്യക്തിക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും എന്നെ വേർപിരിക്കാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ സ്റ്റേറ്റ്മെൻറ്റ്. ഇന്നും നമുക്ക് ശക്തി തരുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് ഏതവസ്ഥയിലാണ് പൗലോസ് അത് എഴുതുന്നത്? പൗലോസ് തന്നെ കാരാഗൃഹത്തിലും പട്ടിണിയിലും കഷ്ടതയിലും ബുദ്ധിമുട്ടിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ആ അവസ്ഥയിലും പൗലോസിനെ എങ്ങനെ കർത്താവിൽ വിശ്വസിക്കാൻ സാധിച്ചു നമ്മൾ ചോദിക്കാറുണ്ടല്ലേ? നമ്മളത് വണ്ടർ ചെയ്യാറുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ഈ വലയുടെ പ്രത്യേകത. സ്നേഹം, സത്യം, ജീവൻ, ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണം കുറഞ്ഞാലും ശരി, പണം കൂടിയാലും ശരി, പിന്നെ നമുക്ക് പദവികൾ കൂടിയാലും ശരി കുറഞ്ഞാലും ശരി, സ്ഥാനമാനങ്ങൾ കൂടിയാലും കുറഞ്ഞാലും അതൊന്നും നമ്മൾ എഫക്റ്റ് ചെയ്യില്ല. നമ്മുടെ കാറ്റഗറീസേ മാറും. നമ്മൾ ചിന്തിക്കുന്നത് പ്രോഫിറ്റ് ലോസ് എന്നായിരിക്കില്ല. നമുക്ക് ലാഭം നഷ്ടം. ഈ ലാഭം നഷ്ടം എന്ന് പറഞ്ഞ് പൗലോസ് എഴുതിയിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയട്രി, അല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോസ് പൗലോസ് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ യഹൂദന്മാരൊക്കെ ഈ ലാഭം നഷ്ടം എന്ന് പറയുന്ന ഒരു മനോഭാവത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. യഹൂദന്മാരെ അറിയാലോ, എന്നും അതേ ലാഭം നഷ്ടം. മാർക്ക് സുക്കർബർഗിനെ കണ്ടില്ല, ഭയങ്കര ലാഭക്കാരനല്ലേ, പക്ഷെ ഒരുപാട് പൈസ ഉണ്ടാക്കി യഹൂദന്മാർ അല്ലേ. അപ്പോൾ പലിശയ്ക്ക് പണമൊക്കെ കൊടുക്കുകയും ഒരുപാട് കാശുണ്ടാക്കുകയും ചെയ്ത ആളുകളാണ് ഈ യഹൂദന്മാർ. ഇന്നും ലോകത്തിൽ വളരെ സമ്പന്നതയുള്ള ഒരു രാഷ്ട്രമാണ് യഹൂദന്മാരുടെ ഇസ്രായേൽ. യഹൂദന്മാർ അമേരിക്കയിലും വളരെ സമ്പന്നരായിട്ടുള്ള വ്യക്തികളാണ്. വളരെയധികം നോബൽ പ്രൈസും അതും ഇതുമൊക്കെ കിട്ടിയ ആളുകളാണ് യഹൂദന്മാർ. സയൻറ്റിസ്റ്റുകളൊക്കെ അവരിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെപ്പോഴും ഈ ലാഭം നഷ്ടം എന്ന് പറയുന്ന ഒരു കാറ്റഗറി അവർക്കുണ്ട്. പരീക്ഷന്മാർക്കാണെങ്കിൽ പ്രത്യേകിച്ചുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കണക്കാക്കുന്നത് അവരുടെ ജീവിതത്തിലുള്ള ഭൗതിക നന്മ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ ആ ഭൗതിക നന്മ കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളാണ്, ദൈവത്തിൻ്റെ ഒരു കരം അവരുടെ മേലുണ്ട് എന്നുള്ളൊരു ധാരണയിലാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അതിനെ അവർ ദൈവത്തിൽ നിന്ന് വന്ന നന്മയായതുകൊണ്ട് അതിനെ അവരുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, എന്ന് വെച്ചാൽ പള്ളിയിലും അവരുടെ ആ ആലയത്തിലും അവരുടെ യഹൂദ സമുദായത്തിലുള്ള സ്ഥാനമാനങ്ങൾ നിർണ്ണയിക്കാൻ വേണ്ടി പോലും അവർ ഉപയോഗിച്ചിരുന്നു. ഇന്നുകൊണ്ട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരുപാട് പൈസയുള്ള സമ്പന്നതയുള്ള ആൾക്കാർക്കാണല്ലോ വലിയ സ്ഥാനങ്ങളും കാര്യങ്ങളും മാനങ്ങളൊക്കെ കിട്ടുന്നത്. അതേമാതിരി അവർക്കുണ്ടായിരുന്നു. അന്ന് അവരങ്ങനെയാണ് സ്ഥാനമാനങ്ങളൊക്കെ നിശ്ചയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ലാഭം എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഒരു വ്യക്തിയെ ക്വാളിഫൈ ചെയ്യുന്നത്. നഷ്ടം എന്ന് പറയുന്ന കാര്യം ഒരു വ്യക്തിയെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു. അപ്പോൾ അത് ലാഭം നഷ്ടം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് യഹൂദന്മാർ അന്നും ഇന്നും ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ പൗലോസ്, യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് വന്ന പൗലോസ്, നിങ്ങളെപ്പോലെ എന്നെപ്പോലെ ഈ ലാഭം നഷ്ടം കാറ്റഗറിയിൽ ചിന്തിക്കുന്ന വ്യക്തി ആയിരുന്ന പൗലോസ് പിന്നീട് അതിനെ തന്നെ വെച്ചുകൊണ്ട് ഒരു നല്ല രീതിയിൽ, നല്ലൊരു രസകരമായ രീതിയിൽ എഴുതുകയാണ്. എനിക്ക് ലാഭമായതൊക്കെയും ഞാനിപ്പോൾ നഷ്ടമായിട്ടാണ്. എനിക്ക് നഷ്ടമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്ന കാര്യങ്ങളൊക്കെ വാസ്തവത്തിൽ ലാഭത്തിനാണ് എന്ന് പറഞ്ഞാൽ ഒരു കൗണ്ടർ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള രീതിയിലാണ് പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ഈ കാര്യത്തെ വിശദീകരിക്കുന്നത്. അപ്പോൾ പൗലോസ് ആദ്യം പൗലോസിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും പൗലോസിൻ്റെ സ്ഥാനമാനങ്ങളെക്കുറിച്ചും, പൗലോസ് ഏതവസ്ഥയിൽ നിന്ന് വന്നു, എത്ര സമ്പന്നനായിരുന്നു, അവൻ എത്ര നല്ല രീതിയിലാണ് ജീവിച്ചിരുന്നത്, ന്യായപ്രമാണപ്രകാരം നീതിമാനായ ഒരു വ്യക്തിയായിരുന്നു, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിരത്തി വെച്ച ശേഷം പറയുകയാണ് ഇതൊക്കെ എനിക്ക് നഷ്ടമായിട്ടപ്പോൾ തോന്നുന്നു. എന്ന് വെച്ചാൽ ഇതിനൊക്കെ അപ്പുറത്തുള്ളൊരു സാധനമാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇത് കളഞ്ഞിട്ട് ഞാനിപ്പോൾ അത് മേടിച്ചിരിക്കുക. അത് വളരെയധികം ലാഭമാണ്. ആ ലാഭം എന്താണെന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവനിങ്ങനെ ജയിലിൽ കിടക്കുന്നു, ക്രിസ്തു ഉണ്ട് അവനകത്ത്, അവൻ ഈ സുവിശേഷം മറ്റുള്ളവർ വിളിച്ചു പറയുന്നു, കുറേ ലേഖനങ്ങൾ എഴുതുന്നു. ഇതൊക്കെയാണ് ലാഭം. ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ പൗലോസിൻ്റെ ലാഭത്തെ ഒരിക്കലും നമുക്ക് ലാഭമായി കണക്കാക്കാൻ പറ്റില്ല. നമ്മൾ പറയും ഇയാൾ എന്താണ്, ഇയാൾക്ക് ഒന്നുകിൽ ഇയാൾ എക്സെൻട്രിക്, ഇയാൾ ഭ്രാന്തനാണ്. ഇതൊക്കെയാണ് അവിടുത്തെ രാജാക്കന്മാരും പൗലോസിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ വാസ്തവത്തിൽ ഇന്നും ആ രാജാക്കന്മാർക്ക് ഒരിക്കലും ഇനിയും മനസ്സിലാക്കാൻ പോകാത്ത ഒരു സീക്രട്ട് ഉണ്ട്. പൗലോസിൻ്റെ വേർത്ത് അല്ലെങ്കിൽ പൗലോസിൻ്റെ വാല്യൂ പൗലോസ് മനസ്സിലാക്കിയത് ഈ ഭൗതിക ലാഭവും ഭൗതിക നഷ്ടവും വെച്ചിട്ടല്ല. പൗലോസിൻ്റെ വേർത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു
എന്താ പറയുക, നമുക്കൊരു സെൽഫ് വർത്ത് എന്ന് പറയുമല്ലോ, നമ്മുടെ വില. പൗലോസിൻ്റെ വില എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഒന്നുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടല്ല പൗലോസ് കണ്ടത്. പൗലോസിൻ്റെ വില പൗലോസ് കണ്ടത് ക്രിസ്തുവിലാണ്. ക്രിസ്തു ആരാണ്? കർത്താവാണ്. ക്രിസ്തു ആരാണ്? ദൈവമാണ്. ക്രിസ്തു ആരാണ്? യഹൂദന്മാരുടെ രാജാവാണ്. ക്രിസ്തു ആരാണ്? ഇനി പുനരുത്ഥാനം കൊണ്ടുവരാൻ പോകുന്ന വ്യക്തിയാണ്. ആ പുനരുത്ഥാനം കൊണ്ടുവരാൻ പോകുന്ന വ്യക്തിയുമായിട്ട് പൗലോസ് ചേർന്നിരിക്കുന്നു. ആ പുനരുത്ഥാനത്തിന് വേണ്ടിയാണ് പൗലോസ് കാത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് നോക്കിയാൽ ഈ ഒരു പ്രത്യേക സ്റ്റോക്കിന് വലിയ വിലയൊന്നുമില്ല, ₹1-2 വിലയുള്ളൂ. പക്ഷേ നാളെ അത് ഒരു 100 കൊല്ലം കഴിയുമ്പോഴത്തേക്കും അതായിരിക്കും ഈ ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന ഒരു സ്റ്റോക്ക്. അപ്പോൾ അതിലിപ്പോഴേ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക പൗലോസ്, എന്നിട്ട് കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നത് മാതിരിയാണ് ഈ ലാഭനഷ്ടങ്ങളെ പറ്റി പൗലോസ് അവിടെ വിവരിക്കുന്നത്.